സ്തുതിഗീതം പാടി പുകഴ്ത്തിടുമേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവനെൻ്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ. ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവൻ്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസം അനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുമേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സഖികളിലധികം, വഴിയതിദൂരം ബഹുവിധ തടസ്സം. പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്ന ഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുമേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ. അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും ഹാലലു ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. നന്നായി ഉറങ്ങുവാനും ഉണരുവാനും പുതിയ ദിവസത്തിൽ പ്രവേശിപ്പാനും സ്വർഗത്തിലെ അപ്പച്ചൻ എന്ന ഭാഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. അതിമനോഹരമായി നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലത്ത് ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണമേ. ആപത്തനത്തിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. രോഗദുഃഖാതി പകർച്ചയാതെ മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കണമേ കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുകയാ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുകയാ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പാ ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ തരട്ട് കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കട്ടെ കർത്താവേ. അവരുടെ പഠനമേറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ബുദ്ധിജ്ഞാനം അവിടുന്ന് കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയം ഏൽപ്പിക്കുകയാ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് 10ലും 11ലും 12ലും പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ. വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ കർത്താവേ. OETയും IELTS പഠിക്കുന്നവർ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയിലായിരിക്കുന്ന മക്കൾ കർത്താവേ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, എല്ലാവരെയും തിരു സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ച മക്കളെ സമർപ്പിക്കുന്നല്ല കർത്താവേ. അവിടുന്ന് ഉള്ളതുപോലെ കാണുന്നുള്ളതുപോലെ അറിയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം മുൻപാകെ കടന്നു വന്നവരാരും ലജ്ജിച്ചുവാനോടൊന്ന് സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാ കർത്താവേ. ഹല്ലേലൂയ. നല്ല ജയം തന്ന പൈതലുണ്ട് കർത്താവേ. സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിച്ച് പിന്നെയും ഭാവിയെ കരുതണമേ. ദൈവമായ കർത്താവ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പാ. അവർക്ക് നല്ല ജയമൊരുക്കി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനും സമാധാനത്തിലും കാത്തുകൊള്ളണമേ. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിദുരിതയിലായിരിക്കുന്ന ഓരോ മക്കളെയും സ്വർഗത്തിലെ അപ്പച്ചൻ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. യാതൊരുവിധ ഭാരമോ പ്രയാസമോ അവരെ അലട്ടുവാൻ അനുവദിക്കാതെ വണ്ണം വേണ്ടുന്നതെല്ലാം കൊടുത്ത് തൃപ്തിയോടെ പോഷിപ്പിച്ച് നടത്തണേപ്പാ. എൻ്റെ കർത്താവ്, പ്രത്യേകിച്ച് നേഴ്സുമാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെയധികം പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിലാ കർത്താവ് കുഞ്ഞുങ്ങൾ. അവരെ സഹായിച്ച് താങ്ങിക്കൊള്ളുമാറാകണമേ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ കൃപ കൊടുക്കണം
കൊടുക്കണമേ കർത്താവേ. അവിടുത്തെ സംരക്ഷണം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. അവിടുത്തെ ബലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. സമാധാനത്തോടെ വരെ കാത്തുകൊള്ളുമാറാകണം. അങ്ങനെ ജോലിയിലായിരിക്കുന്ന പല ജോലികളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണേ. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു തലമുറകളെ സമർപ്പിക്കുകയപ്പാ. ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ ബാലപീഠകളിൽ നിന്നും ലാഭത്തിൽ നിന്നും അപകടത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്, പ്രാർത്ഥനയെ ചോദിച്ച വ്യക്തി ജീവിതങ്ങളുണ്ട്. അപ്പം നീ ഉള്ളതുപോലെ കാണുന്ന ദൈവമാ, സകല പ്രശ്നത്തിനും പരിഹാരം അവിടുന്ന് സന്തോഷത്തോടെ ജീവിപ്പാൻ മുഖാന്തരമൊരുക്കിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം ഉണ്ടാകുവാൻ, സമാധാനം കാണുവാൻ ഇടയാക്കണേ കർത്താവേ. ഹല്ലേലൂയ. ഇവരുടെ നടുവിൽ ഹാലലി വേദനിക്കുന്ന മക്കളുണ്ട് കർത്താവേ, അവരോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. ആണും പെണ്ണുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, വിവാഹപ്രായം കഴിഞ്ഞ മക്കൾ, അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് അവിടുന്ന് കണ്ടതാ. കുടുംബം സ്ഥാപിച്ച എൻ്റെ കർത്താവാ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുടുംബജീവിതം നൽകണമേ കർത്താവേ. തക്ക വിവാഹം ഹാലലി, തക്ക തുണി അവർക്ക് ലഭിക്കണം. ആമേൻ. തക്ക സമയത്ത് കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. ആണ്ട് തീരുന്നതിന് മുൻപേ സ്വർഗം ഒരുക്കുമാറാകണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുകയപ്പാ. സ്തോത്രം. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ഹല്ലേലൂയ തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരോട് കരുണ കാണിക്കണമേ, ഇനി താമസിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉള്ളംകരത്തിൽ വഹിക്കണമേ കർത്താവ്. മാസത്തിയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവ് ജോലി ചെയ്യുന്ന മക്കളുണ്ടപ്പോൾ യാത്ര ചെയ്യേണ്ടവരാ കർത്താവെ, അവരെ താങ്ങിക്കൊള്ളണമേ. ക്ഷീണങ്ങളും അസ്വസ്ഥതകളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടപ്പോൾ അവരെ കർത്താവ് ബലപ്പെടുത്തണേ, സൗഖ്യത്തോടെ കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം, സ്തോത്രം അപ്പ സ്തോത്രം. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കുവാൻ സർവശക്തനും സമ്പന്നനും എൻ്റെ അപ്പന അവിടുന്ന് മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. മറ്റു വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. അപ്പാ നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഭാരപ്പെടുന്നവരുണ്ടപ്പാ. ഇരക്കാരനാണ് കളയ്ക്കുവാൻ ശേഷിയില്ല. സ്വർഗത്തിലെ അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത് കൊടുത്തവരെ പോഷിപ്പിക്കണം നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കൾ കർത്താവേ, അവരെവിടെയായിരുന്നാലും എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം ആ മക്കളുടെ മേൽ പകരണമേ കർത്താവേ. അപ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ല, എന്നാൽ എൻ്റെ അപ്പൻ അത്ഭുതം ചെയ്യുന്ന ദൈവം, മനസ്സലിവുള്ള ദൈവം, അവരുടെ പിതാവാകിയാൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ജപ്തിയുടെ വക്കിലായിരുന്ന ജീവിതമുണ്ടായിരുന്നു കർത്താവേ. എപ്രകാരം എങ്ങനെയൊന്നും അടിയനറിയത്തില്ല, എങ്കിലും സ്വർഗം അവരുടെ കാര്യാതിനെ ക്രമീകരിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകത്തരിക കർത്താവേ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവർ, കിടക്കയിലായിരിക്കുന്ന മക്കളുമായി അവിടുത്തെ പാദവിടം ചേർന്ന് കടന്നു വരുന്നു. അപ്പാ നീ അവിടുന്ന് അത്ഭുതമാർന്ന സൗഖ്യം തന്നെ മക്കളുടെ മേൽ അയക്കണമേ. സമാധാനത്തോടെ ഭവനത്തിലെത്തുവാൻ ഇടയാക്കണമേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളാ അപ്പാ, അല്ലെങ്കിൽ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ കരം ചലിപ്പിക്കണമേ അപ്പാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. കിടക്കയിലായിരിക്കുന്ന മക്കളെ എഴുന്നേൽപ്പിക്കണമേ അപ്പാ. സ്തോത്രം. ഹാലലി. തളർവാദ രോഗികളോട് മനസ്സലിയണമേ കർത്താവേ. അപ്പോൾ അവരുടെ കൈകാൽക്ക് ബലം കൊടുക്കണേ, സ്വന്തം കാര്യം എതിർപ്പാൻ ശക്തീകരിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടപ്പാ, ബലം നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട് കർത്താവേ. സ്തോത്രം, സ്തോത്രപ്പാ. നീ എല്ലാം അറിഞ്ഞ് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവേ, ശരീരമാസകലം വേദനയും നീർക്കെട്ടുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, എൻ്റെ കർത്താവെ ഓപ്പറേഷനായിട്ട് തയ്യാറെടുക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ഉണങ്ങാത്ത വ്രണവുമായി കഴിയുന്നത് എൻ്റെ പ്രിയ മക്കളൊക്കെ ഉണ്ട് കർത്താവേ. പ്രത്യേകിച്ച് കാഴ്ചയില്ലാത്ത പ്രിയ മക്കൾ കർത്താവേ, മാതാപിതാക്കൾ ആരുമില്ലാത്ത തൻ്റെ മക്കൾക്ക് കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ അമ്മച്ചിയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥാ, നീ സഹായിക്കണമേ, സഹായിക്കണമേ. കാഴ്ച കൊടുക്കണേ അപ്പാ. സ്വന്തം കാര്യം ചെതിർപ്പാൻ ശക്തീകരിച്ച് ബലപ്പെടുത്തി സമാധാനത്തോടെ സൂക്ഷിക്കണമേ. സൃഷ്ടായുസ് കർത്താവേ. ഹല്ലേലൂയ. ദൈവകൃപയിലും സന്തോഷത്തിലും സമാധാനത്തിലുമായി തീരാൻ ഇടയാക്കണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരം ചേർത്ത് പിടിച്ചുകൊള്ളണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഓരോ മാതാപിതാക്കളെയും കർത്താവ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. തൈറോയിഡ് ഉള്ളവരുണ്ടപ്പോൾ, അലർജി ഉള്ളവരുണ്ട് കർത്താവ്, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ടപ്പോൾ, ആസ്മ രോഗികളുണ്ട് കർത്താവേ. അപ്പനപരമുള്ള കരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാറ്റിനും മരുന്നും വൈദ്യനും എൻ്റെ അപ്പച്ചനാ, കരുണ കാണിക്കണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട്
ജീവിതങ്ങളുണ്ടപ്പാ. തലമുടി മുഴുവനും കൊഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പാ, നീ അവിടുന്ന് ഗിലാദിലെ സുഗന്ധ തൈലമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തലോടുമാറാകണം. ആമേൻ. എല്ലാവർക്കും നല്ല വിടുതലും ആശ്വാസവും തന്ന് സഹായിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി നിൽപ്പാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടത് നിശ്ചയമാപ്പാ. ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരികയാണ്. അങ്ങ് ഞങ്ങളെ രക്ഷിപ്പിക്കുന്ന ദൈവമല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. ഹല്ലേലൂയ. അടിയങ്ങളുടെ യാതനയ്ക്ക് മറഞ്ഞിരിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഓരോ മക്കളെ സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കരുണ തോന്നണം, മനസ്സലിയണം, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ, നീ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം. എല്ലാവർക്കും നല്ല മരുന്ന്, നല്ല വൈദ്യനും എൻ്റെ അപ്പച്ചനാകിയാൽ കർത്താവിൻ്റെ സന്നിധാനം ചാർന്നു വരുന്ന തൻ്റെ മക്കളുടെ മേലടുത്ത് സൗഖ്യം ഒഴുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിലിരിക്കുന്ന ഞങ്ങളുടെ മേലെ അവിടുത്തെ അനുഗ്രഹങ്ങളെ പൊഴിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം സ്തോത്രം കർത്താവേ. ഭവനമില്ലാത്ത പ്രിയ മക്കളുണ്ട്, അവർക്ക് തലയായിപ്പാൻ ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കളുണ്ടപ്പാ, അവരുടെ ഭവനത്തിൻ്റെ പണിയെ പൂർത്തീകരിച്ചതിൽ പാർക്കാൻ ഭാഗ്യമൊരുക്കണമേ. ഹല്ലേലൂയ. ചില നേർന്ന വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത വിഷയങ്ങളുടെ നടുവിലാപ്പാ. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തോത്രം. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് മക്കളുണ്ടപ്പാ. അപ്പച്ചൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. ബയോഡേറ്റയൊക്കെ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാപ്പാ. ദൈവമായ കർത്താവേ, നാടും വീടും വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുക കർത്താവേ. അപ്പാ, നീ അവരുടെ മനസ്സറിയണമേ, കരുണ കാണിക്കണമേ. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കണമേ കർത്താവേ. ആമേൻ. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കുമെങ്കിൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരത്തില്ലെന്ന് അവിടുത്തെ വചനമാ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നോക്കട്ടെ. ആമേൻ. അവിടുന്ന് വിടുതലും അനുഗ്രഹവും പ്രാപിച്ചെടുക്കാനുള്ള കൃപ വാങ്ങിക്കട്ടെ കർത്താവേ. നീ അതിനായിട്ട് അവരെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുടക്കാൻ സഹായിക്കുമാറാകണമേ. സ്വർഗത്തിലെ അനുഗ്രഹം ധാരാളമായി ഓരോ മക്കളുടെ പേരും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. സ്വസ്ഥത ലഭിക്കാത്ത കുടുംബജീവിതമുണ്ട് കർത്താവേ. സ്നേഹം ലഭിക്കാത്ത കുടുംബജീവിതമുണ്ട് കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ സമാധാനത്താൽ ഓരോ കുടുംബത്തെയും കാത്തുകൊള്ളണമേ. കണ്ണു നിറയാൻ സമ്മതിക്കല്ലേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വേദന സ്വർഗം മനസ്സിലാക്കി മദ്യപാനത്തിൽ നിന്നൊക്കെ ഒരു വിടുതലും ആശ്വാസം കൊടുത്തേ മതിയാകൂ. ആത്മാർത്ഥമായ നല്ല ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും കുടുംബജീവിതം നയിപ്പാൻ കാണുന്നു. കരുണ കാണിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന ദുഷ്ടപ്പോരുകളിൽ നിന്ന് സ്വർഗം വിട്ടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് ഹല്ലേലൂയ പോരാടി പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപയെ ദിവസങ്ങളിൽ തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം. ആമേൻ. യുദ്ധം യഹോവയ്ക്കുള്ളതാ, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. കർത്താവ് സകലത്തിന്മേലും പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയം തമ്പുരാൻ്റെ കരങ്ങളിൽ തരുന്നു കർത്താവേ. അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിച്ചുകൂടെ ഞങ്ങളുടെ മുൻപിൽ ദുഷ്ടപിശാച് ഹല്ലേലൂയ ഊടാടി നടക്കുമ്പോൾ ഞങ്ങളുടെ സമാധാനത്തോടെ, ഞങ്ങളുടെ സന്തോഷത്തോടെ, ഞങ്ങളുടെ സൗഖ്യത്തോടെ, ഞങ്ങളുടെ കുടുംബത്തോടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടെ, ഞങ്ങളുടെ തലമുറകളോടൊക്കെ പോരാടി നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ മേലൊക്കെ പോരാടി നിൽക്കുന്ന എല്ലാ അന്യായ പോരുകളെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അടിയൻ ഹല്ലേലൂയ അതിനൊക്കെ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സൗഖ്യദായകനെ, സമാധാനത്തിൻ്റെ പ്രഭുവേ, അത്ഭുതം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങളോട് കരുണ കാണിക്കണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇട്ടത് നിശ്ചയമാണ്. ഞങ്ങളുടെ കണ്ണാലെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണം. ഈ രാത്രികാല യാത്ര ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടപ്പാ, ഉടനീളം കർത്താവ് കൂടെ ഇരിക്കണം. സുരക്ഷിതമായി കൊണ്ട് നിർത്തിക്കണം. പ്രിയപ്പെട്ടവരോട് ചേർന്ന് സന്തോഷിക്കണം. മടങ്ങി വരുവോളം കൃപയിൽ പൊതിയണം. അവർക്കുള്ളതിനെയും ഉള്ളവരെയും എല്ലാം കർത്താവ് പരിപാലിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അയക്കുക കർത്താവേ. ഹല്ലേലൂയ. എല്ലാ നന്മകളാലും നടത്തുന്ന സർവ്വമഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.